പ്രണവ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് മുമ്പ് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും മൂന്നുപേരും കൂടെ ഇരുന്നിട്ടാണ് ആ കാര്യം ഇട്ടത്. കാരണം അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം വളർത്തി വലുതാക്കിയ ഒരു മകൻ അവൻ്റെ വീട്ടിൽ നിന്ന് പോയിരിക്കുകയാണ്. ഓക്കെ, പോയി. ഇപ്പോൾ ഒരു വാടക വീടെടുത്ത് താമസിക്കാൻ തോന്നുകയാണ്. അവർക്കൊരു ഫാമിലി ആകുമ്പോൾ തോന്നി. ഓക്കെ, പോയത് കുഴപ്പമില്ല. പക്ഷേ പ്രവീൺ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ എനിക്കൊരു അഡ്രസ്സ് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അഡ്രസ്സ് പോലും ഇല്ല എന്ന്. കാരണം ഇതിൽ അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട്, എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാർഡ് നമ്പർ എത്രയാണ്, വില്ലേജ് എത്രയാണ്. ഒരു അഡ്രസ്സും ഇല്ലാത്ത ആൾ സ്വന്തം വീട്ടിൽ അച്ഛനമ്മേൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് പോയിട്ട് എനിക്ക് അഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ജനിക്കുന്ന കുട്ടി അച്ഛൻ്റെ വീട് എന്നുള്ള ഇപ്പോൾ അവരിരിക്കുന്ന ഫാമിലി വീട് തന്നെയല്ലേ, ആ അഡ്രസ്സ് ഉണ്ടല്ലോ. കാരണം ഇവർക്ക് തമ്മിൽ എന്തോ ഒരു ക്ലാഷ്. എനിക്ക് തോന്നുന്നു ചേട്ടനും അനിയനും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി. കാരണം എന്തായാലും അത് വൈഫുമായി ബന്ധപ്പെട്ട കാര്യമായി. കാരണം ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു ചേട്ടനും അനിയനും ഞാൻ എൻ്റെ ഒരു ഇതിൽ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ എനിക്ക് തന്നെ ഉണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഇത്രയും അവർ ഭയങ്കര സ്നേഹത്തോടെ അവൻ്റെ വീഡിയോസ് ആണെങ്കിൽ ഒരു എന്താ പറയുക, പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അത്രയും അവർ ചെയ്യും. കാരണം പറഞ്ഞാൽ അതാണ് ഒരു എല്ലാവർക്കും എല്ലാ ഏട്ടനും അനിയനും കൊടുക്കേണ്ട ഒരു കഴിവല്ല അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും എല്ലാവരും കണ്ണു തട്ടുന്ന രീതിയിൽ ഉള്ള ഒരു ചേട്ടനും അനിയനും പിരിയണം പറഞ്ഞാൽ അതിന് കാരണം എന്തായാലും ഇപ്പോൾ പ്രവീണിൻ്റെ ഭാര്യ വന്ന ശേഷമാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളതായിരിക്കും. കാരണം പറഞ്ഞാൽ ഇത് ഒരു ആദ്യം കല്യാണം കഴിക്കുമ്പോൾ ഒരു നമുക്കിത് ഉണ്ടാവും. ആദ്യമല്ല, കല്യാണം കഴിക്കുമ്പോൾ ഫസ്റ്റായിട്ട് പ്രവീൺ ചേട്ടനാണല്ലോ. അപ്പോൾ ചേട്ടൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ ഫാമിലിയിൽ നിന്ന് എന്താ പറയുക, ഇപ്പോൾ ഒരു അനിയൻ്റെ ഭാഗത്ത് നിന്ന് അമ്മ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏട്ടനത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. കാരണം ഒരു ഫാമിലിയിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടല്ലോ ചേട്ടന്, അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു ചെറിയൊരു ഈഗോ ക്ലാഷോ സംതിങ് അങ്ങനെ എന്തെങ്കിലും വരാനാ ചാൻസ് ഉള്ളൂ. കാരണം ഇവർ ഇത്രയും വലുതാക്കിയ ഒരു മകനെ ഒരിക്കലും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോ ഇങ്ങനെ ഒന്നും പറഞ്ഞിരിക്കാൻ വഴിയില്ല. എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ എന്തായാലും വഴിയില്ല. പ്രണവ് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാം കൊടുത്തിരിക്കണം, ഐഡിയും പാസ്വേഡൊക്കെ കൊടുത്തിരിക്കണം, നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഒരു നിസ്സഹായ അവസ്ഥ. അവൻ്റെ ഫാമിലി എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കണം. കാരണം മൃദുല വന്ന ശേഷമാണ് ഈ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അവൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട്, പുറത്തൊരു സ്ഥലത്ത് പോകണം തന്നെ അദ്ദേഹത്തിന് അനിയനെ വിളിക്കാണ്ടടക്കം പോവില്ല, ഉറപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭാര്യ വരുമ്പോൾ ഒരിക്കലും എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവിക്കാൻ പാടാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഭാര്യയെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ, നമുക്ക് ഇങ്ങനെ പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കണം, നമുക്ക് ഫാമിലി എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹാപ്പിനെസ് എന്ന് മാക്സിമം ഭാര്യയെങ്കിലും മൃദുലയെങ്കിലും ഒന്ന് പറഞ്ഞ് പ്രവീണ മനസ്സിലാക്കണമായിരുന്നു. കാരണം നമ്മൾ എത്ര വലുതായാലും നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ ചെറുത് തന്നെയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവർക്ക് ഇങ്ങനെ പോകുമ്പോൾ അത് പോയത് ഓക്കെ, ഒരു വാടക വീട് എടുത്ത് താമസിക്കാൻ പോയതാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് യൂട്യൂബിലൂടെ പറയുമ്പോൾ ഇവർക്ക് ഈ അച്ഛനും അമ്മയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറി ഇപ്പോൾ. അതുകൊണ്ടാണ് അവർ യൂട്യൂബിൽ വന്ന് പറഞ്ഞത്. അതിൽ അവൻ പറയുന്നുണ്ട്, കൊച്ചു പറയുന്നുണ്ട്, എനിക്ക് ഈ യൂട്യൂബിലെ പൈസയും ഒന്നും ഒരു ആവശ്യമുള്ളതായിട്ട് വന്നതല്ല. കാരണം അവൻ കാണിച്ചു വയ്ക്കുന്നത് കൊണ്ട് മണ്ടത്തരങ്ങൾ പറയാനുണ്ട്, ഞങ്ങൾക്ക് ഇതിൽ വന്ന് മറുപടി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അവൻ്റെ അത്രയും ഒരു കരഞ്ഞിട്ടൊക്കെയാണ് അവർ പറയുന്നത്. കാരണം പറഞ്ഞാൽ ഒരിക്കലും ഒരു മക്കൾ നന്നാവണ്ട പറഞ്ഞിട്ട് ശപിക്കുന്ന അച്ഛനമ്മ കുറവാണ്, ഇല്ല. അത് ഇവർ ഇത്രയും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാ പേരൻസും ഉണ്ടാവില്ല. പക്ഷെ ഇവർക്ക് കിട്ടിയത് ഒരു ഭാഗ്യമാണ്. പക്ഷേ ഇത് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ക്രാഷ്. ഈ അനിയൻ എന്തോ പറഞ്ഞു, അങ്ങനെ എന്തോ ആണ്. ചിലപ്പോൾ എന്താ കാര്യം പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ കല്യാണം കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഭാര്യയുടെ അടുത്തായിരിക്കും കൂടുതൽ കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ നമ്മൾ അമ്മമാരുടെ അടുത്ത് കുറച്ച് ടോക്ക് കമ്മിയൊക്കെ, അതുപോലെ ഭാര്യയുടെ അടുത്ത് കൂടുതൽ ഇങ്ങനെ പോകുമ്പോൾ ഇവരുടെ അടുത്ത് സംസാരിക്കാണ്ടിരിക്കുകയും ആ ഒരു കാര്യം എന്തായാലും അനിയനായിരിക്കും പറയുക. എന്താടാ അപ്പോൾ നീ പഴയ പോലെ അല്ലല്ലോ, അപ്പോൾ നീ എന്താ ഇവരുടെ അടുത്ത് സംസാരിക്കാത്ത, ഇങ്ങനെയൊക്കെ തോന്നുന്നത് അനിയനെ. കാരണം അനിയനെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ തമ്മിൽ ആദ്യം ഒരു മൂത്ത മകൻ എന്തായാലും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തായിരിക്കും കൂടുതൽ
ടൈം സ്പെൻഡ് ചെയ്തൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ ഭാര്യ വന്നാൽ ഭാര്യയുടെ അടുത്ത് ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ അനിയൻ പറഞ്ഞിട്ടുണ്ടാവും, എടാ നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടാവും. അത് ചിലപ്പോൾ പ്രവീണിൻ്റെ വൈഫ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താ നീ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലാഷ് ആയതുകൊണ്ടാണ് മാത്രമാണ് ഇത്രയും നല്ലൊരു ഫാമിലി നമുക്ക് തന്നെ കാണുന്നവർക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഇത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം ഇത്രയും നല്ല നമ്മൾ കണ്ണ് തട്ടും ആ ഒരു ഫാമിലി. അവർ അച്ഛനും അമ്മയാണെങ്കിലും ഇപ്പോൾ ഒരു ഹണിമൂണിന് ടൂർ പോവുകയാണെങ്കിലും എല്ലാം ചെയ്തിട്ട് ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ അച്ഛനമ്മ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഇത്രയും ഇറങ്ങിപ്പോകേണ്ട ആവശ്യം എനിക്ക് അഡ്രസ്സേ ഇല്ല പറയുന്ന ആൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ചോദിക്കുക അഡ്രസ്സ് ഏതാണ്, വാർഡ് ഏതാണ്? ഇതൊക്കെ അവന് കോമൺ സെൻസ് ഇല്ല. ഇത്ര ഒരു ഇങ്ങനെയായിട്ട് പെരുമാറുന്ന ആവശ്യമില്ല. അവർ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് എന്തിനാണ് ഇത്ര വലിയ വീട്, ഞങ്ങൾക്ക് വേറൊരു വീടുണ്ട്, ചെറിയൊരു വീടുണ്ട്, ഞങ്ങൾ ഇവർക്ക് വേണ്ടി വീടൊക്കെ കെട്ടി, ഇങ്ങനെയൊക്കെ എത്രയും ഒരു സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ട് ഒരു മീഡിയേൻ്റെ മുമ്പത്ത് നിന്ന് പറയേണ്ട അവൻ്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്തായാലും പ്രവീൺ കാണണം, ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന പ്രശ്നം തന്നെ ആയിരിക്കും. ഒരു പാടി കൊണ്ടുപോയിട്ടാണ് ഇവൻ്റെ അടുത്ത് പറയണത്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെറിയൊരു ഇതുണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ പറഞ്ഞ ഈ പ്രായത്തിൽ എന്തിനാണ് കൊച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ ചോദിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു നോർമലി ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് അവർക്ക് കുറേ ഫാമിലി ഇഷ്യൂ ഉള്ളിലുണ്ട്. പക്ഷെ അവർക്ക് അത് പുറത്ത് പറയാം. കാരണം നമ്മൾ മീഡിയയുടെ അടുത്ത് ഒരിക്കലും പുറത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം പുറമേ നോക്കുമ്പോൾ എല്ലാവരുടെ വീടും അടിപൊളിയാണ്. നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോഴാണ് അറിയുള്ളൂ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. കാരണം ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സും എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെയായിട്ട് നെഗറ്റീവായിട്ട് പറയും. അതുപോലെ ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ പുറത്തിറങ്ങി നടക്കണ്ടേ. ഇപ്പം മീഡിയയിൽ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്തിന് ഇഷ്യൂ ഇതൊന്നും അവർ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അച്ഛനമ്മയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാക്കി മാറ്റിയിരിക്കല്ലേ. അത് ചെയ്ത് ഭയങ്കര മോശമാണ്. പ്രവീൺ ചെയ്ത് ഭയങ്കര മോശമാണ്. കാരണം പറഞ്ഞാൽ നമുക്ക് വാടക എടുക്കണം, പോയി ഇരുന്നു, ഓക്കെ, അതൊന്നും അവിടെ പ്രശ്നമില്ല. പക്ഷെ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പ്രശ്നമായിരുന്നു, അതുകൊണ്ട് വന്നില്ല, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്യണത് എല്ലാ പ്രശ്നത്തിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഒരു ആവശ്യമില്ല. അത് പറഞ്ഞുകൊണ്ട് ഇത്രയും വളർത്തി വലുതാക്കിയ ഒരു അച്ഛനമ്മനെയാണ് കുറ്റം പറയാനുള്ള ഒരു ബോധം അദ്ദേഹത്തിനില്ല. കാരണം അതിൽ പ്രവീണിൻ്റെ വീഡിയോയിൽ രണ്ടുപേരും തമ്മിൽ ഈ ഭയങ്കര മെച്യൂർഡ് ടോക്കാണ് സംസാരിച്ചത്. പക്ഷെ അതിൽ അവർക്ക് എന്താ വെച്ചാൽ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുമായിരുന്നു. അതിൻ്റെ വിഷമത്തിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ ഇത് ഇവർക്ക് പുറത്തിറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ. കാരണം 4 പേര് പോകുമ്പോൾ ചോദിക്കില്ലേ, എന്താ നിൻ്റെ മകൻ ഇങ്ങനെയൊക്കെ പറയണു, അവന് അഡ്രസ്സേ ഇല്ല, നീ അപ്പോൾ ഓട്ടിച്ചാണോ വീട്ടിൽ നിന്ന്, ഇങ്ങനെയൊക്കെ എന്തായാലും ചോദിക്കും. അത് അവർക്ക് സഹിക്കാൻ പറ്റാത്തതിൻ്റെ മേലെയാണ്. അതിൽ അവൻ്റെ അനിയന് ഭയങ്കര ഇരുന്നിട്ട് കാര്യം ഞാൻ എന്തെങ്കിലും ക്ഷമയൊക്കെ ചോദിക്കുക അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ ഇത്ര കാലം ഒരു ഏട്ടനെയും ഒരു ഫാമിലി ഇരുമ്പോൾ ഒരു ഭാര്യ വരുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസായി മാറും, അവരുടെ വാക്ക് കൂടുതൽ കേൾക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ സെൻറ്ററിൽ നിൽക്കുന്ന അനിയനാണ്, അപ്പോൾ അനിയനായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, എന്താ നീ എങ്ങനെ ചെയ്തെങ്കിൽ ഇത് അവർക്കൊരു ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് മാറി. കാരണം ഇത്ര സ്നേഹത്തിൽ എവിടെ പുറത്ത് പോകുമ്പോഴേക്കും വിളിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ വീട് വിട്ടൊക്കെ പോകണം പറയുമ്പോൾ ഈ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കുട്ടിയായത് കൊണ്ട് തന്നെ ആയിരിക്കും, അത് ഉറപ്പാണ്. അത് എനിക്ക് ഇവൻ്റെ എനിക്ക് അതാണ് മനസ്സിലായത്. കാരണം ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ ഒരു വാടക വീടെടുത്ത് പോകണം. ഇപ്പം അവൻ്റെ വീട്ടിൽ തന്നെ പ്രശ്നമെന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കാമല്ലോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളിപ്പോൾ ഏട്ടനെ പ്രശ്നം ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ റൂം നീ എടുത്തു, ആ റൂം ഞാനെടുത്തു ഇരിക്കാം. പക്ഷേ ഇത് വാടക വീടെടുത്ത് പോകണം പറഞ്ഞാൽ ഭാര്യൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് മാത്രമാണ് പോയത്, അല്ലെങ്കിൽ അവർ പോകാൻ വഴിയില്ല കേട്ടോ. കാരണം ഈ മൃദുല ഒന്ന് പറയണമായിരുന്നു, ഇങ്ങനെ ഇത്രയും നല്ല ഇതല്ലേ, അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കില്ല ഇങ്ങനെ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ഇതൊക്കെ. വീഡിയോയിൽ നമുക്ക് എല്ലാവരും ചിരിച്ചിട്ട് ഫേക്ക് ഫേസ് ആണല്ലോ, പക്ഷേ വീഡിയോ മാറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ റിയൽ ഫേസ് ആയിട്ട് മാറുക. അപ്പോൾ ഇത് മൃദുല ഒന്ന് പറയായിരുന്നു, ഒന്ന് കൺവിൻസ് ചെയ്യായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു ഫാമിലി സ്പോയിലാകുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന നമുക്കേ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയാനുള്ളൂ. അപ്പോൾ അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ വീഡിയോ കണ്ടതും എനിക്ക് പെട്ടെന്ന്. കാര്യം ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു മീൻസ് ഒരു സബ്സ്ക്രൈബർ അല്ല, ഞാൻ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിട്ടൊരു എന്തോ പോലെ ഒരു ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.
ഓക്കെ ബൈ.